3 മക്കളാണ് അദ്ദേഹത്തിനുള്ളത്. 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമാണ്. അതിൽ ഒരു പെൺകുട്ടിക്ക് ഫ്ലാറ്റ് നൽകിയിട്ടുണ്ട്. എന്നാൽ ബാക്കി 2 പേർക്കും ഒന്നും നൽകിയിട്ടില്ല. 3 പേർക്കും ഒരുപോലെ നൽകണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലവിലെ ആഗ്രഹം. അത് റിട്ടയർഡ് ആവുന്ന സമയത്ത് ആ റിട്ടയർമെൻറ്റ് സമയത്ത് കിട്ടുന്ന ക്യാഷ് ഉപയോഗിച്ച് ബാക്കി 2 പേർക്ക് നൽകാം എന്ന തീരുമാനത്തിലാണ് നിലവിലുള്ളത്. അതിനു മുമ്പ് ഇദ്ദേഹം മരിച്ചു പോയാൽ നിലവിലുള്ള അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിന് അനന്തരാവകാശ നിയമപ്രകാരം എല്ലാവർക്കും കൊടുക്കുമല്ലോ. അപ്പോൾ കിട്ടിയ ആൾക്ക് വീണ്ടും കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു സാഹചര്യം വരുന്നതിന് മുമ്പ് ചെക്ക് എഴുതി വെക്കാൻ പറ്റുമോ, അതായത് ഇനി ബാക്കി കൊടുക്കാനുള്ള 2 മക്കൾക്ക് വേണ്ടി ചെക്ക് എഴുതി വെക്കാൻ പറ്റുമോ എന്നത് ഒരു ചോദ്യം. അത് പറ്റില്ലെങ്കിൽ ഇതിനെന്താണ് പ്രതിവിധി എന്നത് മറ്റൊരു ചോദ്യമായി ചോദിക്കുന്നുണ്ട്. ഒരു പിതാവ് തൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ജീവിച്ചിരിക്കുന്ന കാലത്തിൽ തുല്യമായി സമ്മാനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അതിലൊരാൾക്ക് കൊടുത്തു, 2 പേർക്ക് കൊടുക്കാൻ ബാക്കിയുണ്ട്. അതെ. അപ്പോൾ അതിനു മുമ്പ് ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കൾക്ക് അത് കിട്ടുമോ എന്നുള്ളതാണ്. അതിന് ചെയ്യാവുന്നൊരു പണി, ആർക്കൊക്കെ സമ്മാനം കൊടുക്കാൻ ഉദ്ദേശിച്ചുവോ അവരൊക്കെ എല്ലാവരും വിളിച്ചിട്ട് നിങ്ങൾക്കൊക്കെ ഞാനിങ്ങനെ സമ്മാനം തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിലിപ്പോൾ ഒരാളെ കൊടുക്കാനുള്ള കാര്യമാണ് എൻ്റെ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കാണോ വെച്ചാൽ അവർക്ക് കൊടുക്കുക. ഇനി എൻ്റെ കാലശേഷം കഴിഞ്ഞാലും ഞാനത് നൽകിയിട്ടില്ല എങ്കിൽ എൻ്റെ സ്വത്ത് വിഹിതം വെക്കുന്നതിന് മുമ്പ് ഈ സമ്മാനത്തിന്, ഇദ്ദേഹത്തിന് നൽകിയ സമ്മാനത്തിന് തുല്യമായ ഒരു സംഖ്യ, അത് അപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നിശ്ചയിക്കാം. ഇപ്പോൾ എത്രയാണോ നൽകിയത് അത്ര, ആ സംഖ്യ നൽകിയതിന് ശേഷം മാത്രമേ സമ്മാനം വീതിക്കാൻ പാടുള്ളൂ, അല്ല മാത്രമേ സ്വത്ത് വീതിക്കുവാൻ പാടുള്ളൂ എന്ന് മുൻകൂട്ടി എല്ലാവരുടെയും അറിവോടും അതുപോലെ തന്നെ സമ്മതത്തോടും കൂടി എഴുതി വെക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. ഇവിടെ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ എടുത്തു പറയുന്നൊരു വിഷയം, മക്കൾക്ക് വസിയത്ത് പറ്റൂലല്ലോ എന്ന ഒരു ചോദ്യം കൂടി അതിൽ. അതായത് വസിയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വസ്തു തൻ്റെ മരണശേഷം അതിൻ്റെ ഉടമാവകാശം മറ്റൊരാൾക്ക് വരിക എന്നുള്ളതാണ്. ഇവിടെ അതല്ല വിഷയം. ഇവിടെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ എന്താക്കിയിട്ടുണ്ട്, അതിൻ്റെ ഉടമാവകാശം മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും കൂടി ഒന്നിച്ചു കൊടുക്കുവാൻ മാത്രമുള്ള ഒരു സംഖ്യയില്ല. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കഴിഞ്ഞാൽ ആ സംഖ്യ കിട്ടാനുണ്ട്. പക്ഷെ ആ സംഖ്യ കിട്ടുമ്പോഴേക്കും താൻ മരിക്കുമോ എന്ന ഭയമാണ്. അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള സ്വത്ത്, ആ സ്വത്ത് അതിൻ്റെ അവകാശികൾക്ക് കിട്ടാതിരിക്കുന്ന രൂപത്തിലുള്ള ഒരു കാര്യമല്ല ഇവിടെ വസിയത്തായി കൊണ്ട് എഴുതി വെക്കുന്നത്. വസിയത്തിൽ അടിസ്ഥാനപരമായി കൊണ്ട് ഉണ്ടാകാറുള്ളത് താൻ മരിച്ചതിന് ശേഷം ഈ സ്വത്തിൻ്റെ അവകാശം അത് ഇന്നയാളിലേക്കായിരിക്കും പോകുക, അല്ലെങ്കിൽ ഇന്നയാളുകളിലേക്കാണ് പോകുക എന്ന് നിലവിലെ സ്വത്ത് ആരുടെ കയ്യിലാണോ ഉള്ളത് അയാൾ സ്വയം തീരുമാനിച്ചു വെക്കലാണ്. ഇവിടെ അതല്ല വിഷയം. അവിടെയാണ് ലാ വസിയത്ത് ലി വാരിസിന്, അനന്തരാവകാശികൾക്ക് വസിയത്തില്ല എന്ന് പറഞ്ഞത്. ഇവിടെ സമ്മാനവുമായി ബന്ധപ്പെട്ട ഹിബയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഹിബ എന്ന് പറയുമ്പോൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തഹാബു, നിങ്ങൾ പരസ്പരം ഹദിയ നൽകുവീൻ, സമ്മാനങ്ങൾ നൽകുവീൻ, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുവീൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു പിതാവ് മകന് നൽകുന്ന സമ്മാനം അങ്ങനെ നൽകുമ്പോൾ ബാക്കി തൻ്റെ മക്കൾക്ക് കൂടി നൽകേണ്ടതുണ്ട് എന്ന് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ചെയ്തു വെക്കുന്നത് എങ്കിൽ അത് വിലക്കപ്പെടേണ്ടതില്ല, വിരോധിക്കപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ വസിയത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവകാശികളുടെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾക്ക് മാത്രം സ്വത്ത് എഴുതി വെക്കലോ അത് മുഖേന ബാക്കിയുള്ള അവകാശികൾക്ക് സ്വത്ത് ലഭിക്കാതെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം വസിയത്തുകൾ ഇസ്ലാമികമായി കൊണ്ട് നടപ്പിലാവുകയുമില്ല എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.